ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നാം ചിന്തിച്ചത് ലക്ഷങ്ങളിൽ സുന്ദരനായ നമ്മുടെ ദൈവം, 10,000 സൂര്യനേക്കാട്ടിൽ പ്രശോഭിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ അന്ധവിശ്വാസികളായ, ദൈവിക പരിജ്ഞാനമില്ലാത്ത, ദൈവിക ജ്ഞാനമില്ലാത്ത മനുഷ്യർ ഈ സർവശക്തനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി ഇവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിയ കാര്യമാണ് നാം സംസാരിച്ചത്. ദൈവം സൃഷ്ടിച്ച ഈ പക്ഷികളിൽ ചിലത് നമുക്ക് മുട്ട തരുന്നു, ചില പക്ഷികൾ മാംസം തരുന്നു, മറ്റുള്ളവയൊക്കെ ദൈവം പല പല ഉദ്ദേശത്തിനായി ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഇഴജാതികളിൽ വിവിധ വർഗത്തിൽപ്പെട്ട ഇഴജാതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് പാമ്പ്. ഈ പാമ്പിൻ്റെ വിഷം മനുഷ്യന് ക്യാൻസർ, പക്ഷാഘാതം, അൽഷിമേഴ്സ് അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട പല രോഗങ്ങൾക്കും മെഡിസിനായി ഉപയോഗിക്കുവാൻ ദൈവം മനുഷ്യന് തന്നതാണ്. എന്നാൽ ഈ പാമ്പിൻ്റെ മറ്റൊരു സ്വഭാവം നമ്മെ കടിക്കുകയും വിഷം കുത്തിവെച്ച് നമ്മളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു ഇനമാണ് ഈ പാമ്പ്. വാർത്താമാധ്യമങ്ങളിലൂടെ നാം ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള അനേക വീടുകളിൽ പാമ്പുകൾ കയറി കടിച്ചതും അനേക കുഞ്ഞുങ്ങൾ പോലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് നാം കണ്ടതാണ്. അപ്പോൾ ഇവയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വിവിധ തരത്തിലുള്ള പ്രാണികളും പദ്ധതികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ സൃഷ്ടിച്ച നമ്മളെ ഉപദ്രവിക്കുന്ന ഈ പാമ്പിനെ ഒരു ദൈവമായിട്ട് കാണണമെങ്കിൽ മനുഷ്യൻ്റെ അധപതനം, മനുഷ്യൻ്റെ പാപം എത്രയധികം വലുതാണെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കും. മറ്റൊന്ന് നാൽക്കാലികൾ, 4 കാലിൽ നടക്കുന്ന ജീവികൾ, ആന, സിംഹം, പുലി ഇവയൊക്കെ നമ്മുടെ സൃഷ്ടാവായി ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ പോത്ത്, കാള, പശു, ആട് അങ്ങനെ വിവിധ തരത്തിലുള്ള നാൽക്കാലികളുണ്ട്, നമ്മുടെ വളർത്തുമൃഗങ്ങളുണ്ട്. ഇവയെല്ലാം മനുഷ്യൻ്റെ ഉപയോഗത്തിനായി ദൈവം പ്രത്യേകം ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനുമായി സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പശു നമുക്ക് പാല് തരുന്നു, നമുക്ക് മാംസം തരുന്നു, നമുക്ക് കൃഷി ആവശ്യമുള്ള ചാണകം നമുക്ക് തരുന്നു. ഇങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം ഇവയൊക്കെ നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ ഇവയൊക്കെ ദൈവമായി കണ്ട് ദൈവത്തിൻ്റെ രൂപസാദൃശ്യമാക്കി മാറ്റി അവയുടെ വിസർജ്യം പോലും ഭക്ഷിക്കുന്ന അധപതിച്ച മനുഷ്യനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇവയൊക്കെ സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്കായി ദൈവിക ഉദ്ദേശങ്ങൾക്കുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് എൻ്റെ ശ്രോതാക്കളെ ഞാൻ ബോധ്യപ്പെടുത്തട്ടെ. ഇങ്ങനെയുള്ള അധർമ്മങ്ങളും പാവപ്രവൃത്തികളും പെരുകി, ജനവും പെരുകിയപ്പോൾ ഒരു കാലഘട്ടത്തിൽ ദൈവം ഈ ഭൂമിയെ പ്രളയത്താൽ ന്യായം വിധിച്ചത് ചരിത്ര താളുകൾ നമുക്ക് കാണുവാൻ കഴിയും. അന്നും ദൈവം നോഹയെ തിരഞ്ഞെടുത്ത് സർവ്വദുഷ്ടന്മാരോടും ഇങ്ങനൊരു ന്യായം നടപ്പാക്കാൻ പോവുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് ദൈവം നോഹയിലൂടെ ജനത്തോട് കൽപ്പിച്ചു. എന്നാൽ ജനം ഈ നോഹയ്ക്ക് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് നോഹയുടെ വാക്ക് അവർ അംഗീകരിച്ചില്ല. എന്നാൽ ദൈവം കൽപ്പിച്ചതുപോലെ ഭൂമിയിൽ 40 രാവും 40 പകലും കണ്ടിന്യൂവായി മഴ പെയ്ത് ഈ ഭൂമിയെ പ്രളയത്താൽ ദൈവം നശിപ്പിച്ചു. നോഹയും നോഹയുടെ കുടുംബത്തെയും ദൈവം രക്ഷിച്ചു എന്നുള്ളത് ചരിത്ര സത്യമായി ഇന്ന് കിടക്കും. എന്നാൽ ഇനിയും പ്രിയപ്പെട്ടവരെ, ഞങ്ങളെപ്പോലുള്ള ഓരോ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്ത് അവരിലൂടെ ദൈവം വീണ്ടും കൽപ്പിക്കുന്നു, ഈ ഭൂമിയെ ദൈവം ഇനി തീ കൊണ്ട് നശിപ്പിക്കുവാൻ അധിക നാളുകളില്ല. മുങ്ങിത്താഴുവാൻ പോകുന്ന ഒരു കപ്പലാണ് ഈ ഭൂമി.
ഈ ഭൂമിയിൽ വീണ്ടും അധർമ്മം പെരുകിയിരിക്കുന്നു, പാപം പെരുകിയിരിക്കുന്നു, ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ മാരകശേഷിയുള്ള ബോംബുകൾ നിർമ്മിച്ചിട്ട് രാജ്യങ്ങൾ തമ്മിൽ മത്സരങ്ങൾ നടത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംഭവങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കരായ മനുഷ്യരെ, ഒരു തെറ്റും ചെയ്യാത്തവരെ, ഒരു അകൃത്യങ്ങളിലും ഏർപ്പെടാത്തവരെ ബോംബെറിഞ്ഞ് മറ്റു പലതരത്തിലും അവരെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കുന്നത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടമായിട്ടുള്ള ശവക്കുഴി അവർക്ക് ഒരുക്കുന്നത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്രവൃത്തികൾക്കെല്ലാം വലിയ ശിക്ഷ വരാൻ പോവുകയാണ്. ആകയാൽ എൻ്റെ പ്രിയ ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു: ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അവിടെ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും ഉണ്ടാകും, ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളുണ്ടാകും. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണങ്ങളാണ്. വ്യാധി ഉണ്ടായത് നാം കണ്ടു. വലിയൊരു കോവിഡ് കാലഘട്ടം നാം കണ്ടു. അവിടെ വീണ്ടും പല പല രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ ഇന്നും മാറി മാറി വിവിധ രാജ്യങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. യുദ്ധശ്രുതികൾ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ക്ഷാമം, നിസാരം ഒരു ഗ്യാസിന്റെ ക്ഷാമം വന്നപ്പോൾ ഇവിടെയെല്ലാം ബന്ധായി, ആരുടെയെല്ലാം ജോലികൾ നഷ്ടമായി, എത്രയെത്ര പ്രസ്ഥാനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. അതിൽ നിന്ന് ഇനി മോചിതരാകാൻ എത്രയോ സമയമെടുക്കും. അപ്പോൾ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളിലും ക്ഷാമങ്ങൾ നേരിട്ടാൽ നമ്മളുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിലേക്ക് രണ്ടാമത് വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. വലിയൊരു കൂട്ടം വിശ്വാസികൾ, വലിയൊരു കൂട്ടം യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ നിങ്ങളതറിയാതെ പോകരുതേ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ, നിങ്ങളെ ഓർപ്പിക്കുവാൻ, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഹ സംസാരിച്ചതുപോലെ. അതേ പ്രിയ സ്നേഹിതരെ, വലിയ ന്യായവിധികൾ വരാൻ പോകുന്നു. നിത്യമായ നരകം രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യാത്മാവിനും കാത്തിരിക്കുന്നു. ഈ ഭൂമിയിൽ വെച്ച് ആത്മാവിൻ്റെ രക്ഷ കരസ്ഥമാക്കിയില്ലെങ്കിൽ നിത്യമായ നരകം കാത്തിരിക്കുന്നു. ഈ ന്യായവിധിയിൽ നിന്നും നിങ്ങൾ ഒഴിവുകളായി തീരണമെന്ന് നിങ്ങളെ ഞങ്ങൾ പ്രബോധിപ്പിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമയോടെ ശ്രമിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ വീഡിയോ കഴിവതും നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, ഇത് അറിവുകൾ ലഭ്യമല്ലാത്തവരിലേക്ക് ഈ വിവരം കൈമാറുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിനീതമായും താഴ്മയായും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.